ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഞാൻ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ 2 ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇതുപോലെ 2 ഇമേജ് നിങ്ങൾ ആഡ് ചെയ്യുക. ശേഷം ഞാൻ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നിങ്ങൾക്ക് വന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ അല്ല, നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്. ശേഷം റേഡിയസ് ഞാൻ ഒരു 10 സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം സൈസിൽ വന്നിട്ട് സൈസൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ റേഞ്ച് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു റെക്റ്റാങ്കിൾ സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു റെക്റ്റാങ്കിൾ എൻഡ് വരെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ഫസ്റ്റ് റെക്റ്റാങ്കിളിലേക്ക് വരാം. ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റിയിൽ പോയിട്ട് മാസ്ക് ചെയ്യുക. ശേഷം ആ ഒരു പിക്ചർ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു 2 ലെയറും ചേർത്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. അതുപോലെ ആ ഒരു ലെയർ ഓഫ് ആക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് മാസ്ക് ചെയ്തിട്ട് നിങ്ങൾ സൂമൊക്കെ ഔട്ട് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം അതും നമ്മൾ ഇതിലേക്കൊന്ന് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യണം. ഇനി ഒരു ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക 3Dയിൽ പോയിട്ട് ഫ്ലിപ്പ് ലെയർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഞാൻ ഇതുപോലെ 2 ഇവിടെ സെൻട്രലായിട്ടൊന്നൊരു മാർക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 180 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 180 സെറ്റ് ചെയ്ത് കൊടുക്കുക. 180. ഓക്കെ, 180 സെറ്റ് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, അതിൽ മാറ്റമൊന്നും വരുത്തണ്ട, ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്താൽ മതി. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് കോപ്പി ചെയ്തിട്ട് അടുത്ത 2 കീ ഫ്രെയിമിൻ്റെ ഇടയിൽ പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ ഈ ഒരു ഫ്ലിപ്പ് ലെയർ ഓഫ് ആക്കി ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ സൂം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്, ഞാൻ മറന്നു പോയതാണ്. ഓക്കെ, ഒരു 380 ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 381 അതുപോലെ മറ്റേത് സെറ്റ് ചെയ്യാം. ഓക്കെ, 2 ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ആ ഒരു ഫ്ലിപ്പ് ലെയർ ഓൺ ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു അടിയത്തെ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക 3Dയിൽ പോയിട്ട് എഫക്റ്റ് പോവുക ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ഈ ഒരു മിറർ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. അതായത് ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഇതുപോലുള്ളൊരു ഫോട്ടോ നമുക്ക് ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മുകളിൽ ആഡ് ചെയ്ത ഈ ഒരു ഫ്ലിപ്പ് ലെയർ നമ്മൾ താഴത്തെ എഫക്റ്റിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഇപ്പോൾ കിട്ടുക. നമുക്കത് കാണുന്നില്ല. നമുക്ക് ആ ഒരു ലെയർ ഓഫ് ആക്കി ചെയ്താൽ നമുക്ക് അടിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, ഇതുപോലെ 3 കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, ശേഷം സെൻറ്ററിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഒരു ഡിസ്റ്റൻസിൽ വെച്ചതിന് ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. അതേപോലെ നമ്മൾ ഈ ഒരു അടുത്ത ലെയറിലും ചെയ്ത് കൊടുക്കുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഇതുപോലെ 3 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം സെൻറ്ററിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതുപോലെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കുറച്ച്. ഓക്കെ,
ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ ഗ്രാഫ് ബേസ് ചെയ്ത പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ കുറച്ചും കൂടി ഒന്ന് ഗ്യാപ്പ് വെക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളെ വർക്കിപ്പം ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു അടിയിലുള്ള ലെയറിൻ്റെ സെൻറ്ററിലായിട്ട് വന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ നമുക്കിതുപോലെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു ഷേപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു ഷേപ്പ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കളർ ഞാൻ വന്ന് വൈറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ശേഷം ഇത് താഴേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനെല്ലാം ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഷാഡോയുടെ വാല്യൂ ഒരു 27 ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ അതിന് മുമ്പോട്ട് ഇതൊന്ന് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുത്തതിന് ശേഷം എല്ലാ ലെയറും സെലക്ട് ചെയ്ത് ഈ ഒരു 4 ലെയർ സെലക്ട് ചെയ്തൊന്ന് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രലായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്കിൾ ആഡ് ചെയ്യാം. ശേഷം എൻഡിൽ വന്ന് കട്ട് ചെയ്തിട്ട് ആദ്യം നമുക്ക് ഫസ്റ്റ് മുതൽ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, സർക്കിൾ ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സർക്കിൾ ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഇടാം. ഫസ്റ്റുള്ള സർക്കിളിൻ്റെ വാല്യൂ നമ്മൾ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവും സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ശേഷം അതിൻ്റെ കളർ വന്ന് നമ്മളൊന്ന് ഒരു ബ്ലൂ കളറൊക്കെ കൊടുക്കുക. ശേഷം അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യണം. ഇത് ഓഫാക്കിയിട്ട് തൽക്കാലം. ശേഷം നമ്മൾ ഈ ഒരു രണ്ടാമത്തത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് നമ്മളതിൽ നേരത്തെ ആഡ് ചെയ്ത പോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ സ്കെയിലാണ് കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ടത്. സ്കെയിലിൽ ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0ലേക്ക് സെറ്റ് ചെയ്തിട്ട് എൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതുപോലെ സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നോക്കിയാൽ ശേഷം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് അതിൻ്റെ വാല്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നിങ്ങൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഷോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടില്ല, ഞാനിപ്പോൾ ഇതുപോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കർവ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്യുക. ഈ ഒരു കളറിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഞാൻ ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഓവർലേയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.